പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിൽ ADGP അജിത് കുമാറിന്റെ മൊഴിയെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്താണ് മൊഴിയെടുക്കുന്നത്. മൊഴിയെടുക്കൽ വീഡിയോയിൽ ചിത്രീകരിക്കും. പോലീസ് മേധാവി നേരിട്ടാണ് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ മൊഴിയെടുക്കുന്നത് എന്ന വിചിത്രമായ സാഹചര്യം കൂടിയുണ്ട്. വിനോദ് നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, മൊഴിയെടുക്കൽ ആരംഭിച്ചു അല്ലേ? സൈറ്റ് മൊഴിയെടുക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് വീഡിയോയിൽ ചിത്രീകരിക്കുന്നുമുണ്ട്. DGPയുടെ ചേംബറിലാണ് മൊഴിയെടുക്കൽ നടപടികൾ തുടങ്ങിയത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ളവർ DGPയെ സഹായിക്കാനായി അവിടെയുണ്ട്. MR അജിത് കുമാറിൽ നിന്നാണ് മൊഴിയെടുക്കുന്നത്. രണ്ട് പരാതികളാണ്. MR അജിത് കുമാർ നേരത്തെ തന്നെ DGPക്ക് പരാതി നൽകിയിരുന്നു. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അത് അടിസ്ഥാനരഹിതമാണ്, ഇതേക്കുറിച്ച് അന്വേഷിക്കണം, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹം ഒരു പരാതി നൽകിയത്. അതോടൊപ്പം തന്നെ PV അൻവറിന്റെ പരാതിയും നിലനിൽക്കുന്നുണ്ട്. PV അൻവറിന്റെ വലിയ വെളിപ്പെടുത്തലുകളായിരുന്നു. അദ്ദേഹം പറഞ്ഞത് MR അജിത് കുമാറിന് കൊലപാതകത്തിൽ പങ്കുണ്ട്, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി വഴിവിട്ട ബന്ധമാണ്, അതോടൊപ്പം തന്നെ പിടിച്ചെടുക്കുന്ന സ്വർണം തട്ടിയെടുക്കുന്നു, അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ രാജ കൊട്ടാരത്തിന് സമാനമായ രീതിയിൽ വീട് വയ്ക്കുന്നത്, അതിനുള്ള സാമ്പത്തിക ഉറവിടം, അത് എവിടെ നിന്നാണ് ഇത്രയും വലിയ സാമ്പത്തിക ശേഷി അജിത്തിന് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ PV അൻവർ ആരോപണങ്ങളായി ഉന്നയിച്ചിരുന്നു. DGPക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ പോലീസ് ആസ്ഥാനത്തേക്ക് MR അജിത് കുമാറിനെ വിളിച്ചു വരുത്തിയുള്ള മൊഴിയെടുപ്പ് തുടരുന്നത്. തീർത്തും അസാധാരണമായ ഒരു സാഹചര്യമെന്ന് പറയാതെ വയ്യ. കാരണം പോലീസ് മേധാവി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് പോലീസ് സേനയുടെ തലപ്പത്ത് രണ്ടാമതുള്ള ആളാണ്. അത്രയും ശക്തനായ ഒരു പോസ്റ്റിൽ ഉള്ള ആളാണ്. ലോ ആൻഡ് ഓർഡർ ADGPയായി ഇപ്പോഴും തുടരുന്ന MR അജിത് കുമാറാണ് ഇപ്പോൾ ഈ വിവാദങ്ങളുടെ പിന്നാലെ ആയുന്നതും അതിന് പിറകെ ഇപ്പോൾ മൊഴി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതും രാഷ്ട്രീയമായും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. ഇപ്പോൾ CPM നേരിടുന്ന പ്രതിസന്ധി സർക്കാരെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഘടകകക്ഷികളിൽ പലരും MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെ രംഗത്ത് വന്നു. അവിടെ വലിയ പ്രതിരോധം തീർക്കുന്നത് MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി തന്നെയാണ്. CPMൽ പോലും അങ്ങനെ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് എല്ലാ നേതാക്കളും എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം MA ബേബിയുടെ അടക്കം പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ അവരാരും തന്നെ ഇങ്ങനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തിയിരുന്നില്ല. പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് മാത്രമല്ല, PV അൻവറിനെ പോലെ ശക്തനായ ഒരു MLA എല്ലാ കാലത്തും ഇടത് കേന്ദ്രങ്ങൾ എതിരാളികളെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നിലം പരിശാക്കാൻ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നൊരു വ്യക്തി PV അൻവറിനെ പോലൊരാൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയുണ്ട്. പക്ഷേ MR അജിത് കുമാറിനെ ഈ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നു എന്നത് തന്നെയാണ്. അത് മാറ്റണമെന്ന അൻവറിൻ്റെ ആവശ്യം പോലും പരിഗണിക്കപ്പെടുന്നില്ല എന്നത് വസ്തുതയാണ്. മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള നിലപാട് ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് 1 മാസമാണ് കാലാവധി നൽകിയിട്ടുള്ളത്. ആ അന്വേഷണം പൂർത്തിയാകട്ടെ, അതിനുശേഷം റിപ്പോർട്ടിന്മേൽ നടപടി ആവശ്യമെങ്കിൽ എടുക്കാമെന്നൊരു നിലപാടിലാണ് മുഖ്യമന്ത്രി ഉള്ളത്. കഴിഞ്ഞ ദിവസത്തെ ഇടതുമുന്നണി യോഗത്തിലും ഇക്കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാടായി പറഞ്ഞത്. എന്നാൽ ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തു വന്നു. അത് MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. തൃശ്ശൂരിൽ ദത്താത്രേയനും തിരുവനന്തപുരത്ത് റാം മാധവുമായും കൂടിക്കാഴ്ചകൾ നടത്തിയത്. 2023 മെയ് 22-നായിരുന്നു തൃശ്ശൂരിലെ കൂടിക്കാഴ്ച. അതിനുശേഷം ജൂൺ 2-ന് ഏതാണ്ട് 10 ദിവസം പിന്നിടുമ്പോഴേക്കും രണ്ടാമത്തെ കൂടിക്കാഴ്ച നടന്നു. അതും ഒരു പ്രധാനപ്പെട്ട RSS നേതാവുമായിട്ടാണ്. എന്തിന് അജിത് കുമാർ ഈ കൂടിക്കാഴ്ച നടത്തി? അവിടെയും മുഖ്യമന്ത്രിയുടെ നിലപാട് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ സെൻകുമാറിൻ്റെ RSS ബന്ധത്തെ നിശിതമായി വിമർശിച്ചിരുന്ന ആളാണ് മുഖ്യമന്ത്രി. അതേ മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ADGP സർക്കാർ അറിയാതെ ഔദ്യോഗികമായ എന്തെങ്കിലും നടപടിക്രമത്തിൻ്റെ ഭാഗമല്ലാതെ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ എന്തിന് ഈ സ്ഥാനത്ത് ഇരുത്തി സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന ഒരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. അജിത് കുമാർ ആ കാര്യത്തിൽ പറയുന്നത് വ്യക്തിപരമായ സന്ദർശനമായിരുന്നു എന്നതാണ്. അത് എന്തിനു വേണ്ടി എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. നേരത്തെ ഇത് സംബന്ധിച്ച ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് പോലും പൂഴ്ത്തി എന്ന ആരോപണമാണ് കഴിഞ്ഞ ദിവസം അൻവർ ഉന്നയിച്ചത്. P ശശിയിലേക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ ആരോപണത്തെ കൊണ്ടുവയ്ക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. P ശശിക്കെതിരെ പരാതി എഴുതി നൽകാനുള്ള തീരുമാനത്തിലുമാണ് PV അൻവർ. ഇപ്പോൾ മൊഴിയെടുക്കൽ പോലീസ് ആസ്ഥാനത്ത് തുടരുകയാണ്.
വിനോദ് സൂചിപ്പിച്ചതുപോലെ അസാധാരണ സാഹചര്യങ്ങളിലൂടെ പോലീസ് ആസ്ഥാനം കടന്നു പോവുകയാണ്. ഇത് പോലീസ് സേനയ്ക്കകത്ത് തന്നെ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പവും ചെറുതല്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മടങ്ങി വരാം വിശദാംശങ്ങളുമായി.